இந்த சூரியன் வழிக்கு சேர்ந்து விடுந்தது மாமி. കീടനാശിനിയായിരുന്ന ആണെങ്കിൽ സാരില്ല, പാറ്റയും മൂട്ടൊന്നും കടിക്കില്ലല്ലോ. എനിക്ക് ദാഹിക്കുന്നു എന്ന് നീ എങ്ങനെ അറിഞ്ഞു മുത്തേ? അതുകൊണ്ടാണല്ലോ ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്നേ. ഇവിടെ ഇരുന്ന വെള്ളോടെ പോയി. ഓ തെരിയാതെന്നല്ലേ? എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട, ഓർക്കോ. ഞാനിപ്പോ ഇതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അണ്ണേ ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ? എല്ലാത്തിനും ഒരു ടൈം ഇருக்கு. അപ്പടിയാ? വീശിക്കോ. മണവാട്ടി ഇങ്ങോട്ട് പോകുന്നു. പുടിയടാവളെ. പണ്ടാരടങ്ങ താഴെ പോകുന്നാ തോന്നേ. അന്നെ പെണ്ണിന്റെ കാല് നിലത്ത് ഒതുന്നില്ല. എന്താ കുഴപ്പമുണ്ട്? തങ്കക്കുടമേ ഓടാതെ. கல்யாணத்துக்கு முன்னாடி இந்த மாதிரி ஓடியால் கல்யாணத்துக்கு அப்புறம் நீ எந்த மாதிரி ஓடும்? மீனாட்சி, நீ இந்த டைப்பா? சொல்லடி. ஸ்பீடு கூட்டியாச்சா? எவ்வளவோ ஸ்பீடு, எவ்வளவோ சாசம். മോളിന്ന് വരുതാ കീഴേന്ന് വരുതാ ഒന്നുമേ പുരിയാതെ. അമ്മേ, നമ്മൾ ഇത്രേ ഓടിയിട്ടും അവളെ കിട്ടിയില്ലല്ലോ. കിട്ടാതിരിക്കുന്നതാ നല്ലത്. അതേതോ പ്രേതബാധയുള്ള സ്ത്രീയാ. അണ്ണേ, എന്തോ തണ്ണി. ഒന്ന് മാറ്. എന്താ ചിദംബരം, ഒരാഴ്ച എസ്റ്റേറ്റ് നോക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് ദിവസം എത്രയായി? പനി പിടിച്ചു മാഡം. ഇത് പനിയുടെ സീസണാണോ? ഇതൊരുമാതിരി പേ സീസൺ മാഡം. ഞാൻ ബംഗ്ലാവിൽ പോയി, അവിടെ ആരുമില്ല, ബെഡാസാബുല്ല. ഇനിയിപ്പോ ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും ബംഗ്ലാവിലേക്ക് പോവാൻ. ഇവിടെ വന്ന് കയറിയിരിക്കല്ലേ കുറെ ഭൂതങ്ങൾ. ഭൂതങ്ങളാ? അതെ, കോർട്ട് ഓർഡറും കൊണ്ട് വന്നിട്ടുണ്ട് കുറെ ഭൂതങ്ങള്. ഇയാളും കൂടെ വന്ന് കേറാൻ. ചിദംബരം, എന്തു പറ്റി ചിദംബരം? ക്ഷീണിച്ചു പോയല്ലോ. പനി പിടിച്ച് കിടപ്പിലായിരുന്നു മാഡം. ആരും നോക്കാനില്ലാതെ ഒറ്റക്ക് കിടപ്പിലായിരുന്നു. ഒരു കല്യാണം കഴിച്ചൂടെ? കല്യാണം കഴിക്കാൻ പോയതാ, നടന്നില്ല. നടന്നില്ലേ? പെണ്ണ് ഓടിക്കളഞ്ഞു, അതുകൊണ്ട് നടന്നില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. ജമീൻ, 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 ചെമ്മീനൊന്നും അധികം കഴിക്കണ്ട. ഞാൻ പേടിച്ചു പോയി, ഇപ്പൊ ആശ്വാസമായി. കരിമീനും തിലാപ്പിയും കഴിക്കാമല്ലോ. ഭർത്താവും ഭാര്യയും നല്ല ഭംഗിയുണ്ട്. നിങ്ങളെ കുറിച്ച് ഇവര് പറയുന്നു ഭയങ്കര ക്രിമിനലാണെന്ന്.
ഭാഗ്യവാൻ. നിന്നെ കണ്ടിട്ട് അവൻ ഒരു ഭാവ വ്യത്യാസവും ഇല്ല. ഒന്നുകിൽ അവനൊരു ഭയങ്കര നടനായിരിക്കും, അല്ലെങ്കിൽ നിന്നെ അവിടെ പൂട്ടിയിട്ടത് ഈ ഭാവം മണ്ടൻ അറിഞ്ഞു കാണില്ല. ജമീൻ, ചെമീൻ, ചെമ്മീന്റെ ചാരം കൂട്ടാൻ പാടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ കരിമീന്റെ തിലാഫിയുടെ ചാറ് അതൊക്കെ കൂട്ടാലോ? കഴിക്കാം. വാ, വേറെന്തൊക്കെ കഴിക്കാം? പറഞ്ഞുതരാം. എന്ത് വേണമെങ്കിലും കൂട്ടാം. കൂട്ടലുകളൊന്നും തെറ്റരുതെന്ന് മാത്രം. അണ്ണാ എന്തോ തണ്ണി. അയ്യോ അവള് ആരെ? അവള് ഹ, ഇതൊരു ശില്പമല്ലേ? അയ്യോ ശിപ്പളല്ല അവിടെ നിൽക്കുന്ന അവള് ആരെ? അവള് ദേ. ഈ മുറിക്കകത്ത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. അയ്യോ ഉണ്ട് ദേ. ഹ, ഇതോ? ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി. ഇതെന്താ കഴിക്കെന്ത് പറ്റി? ഒന്നും പറ്റില്ല, ഞാനിവിടെ തോളിൽ കൂടെ കൈയിട്ടിരിക്കുക. ചാണ്ടിയുടെ ഭാര്യയല്ലേ? ഭാര്യ? ഞാനൊന്നും കാണുന്നില്ലേ? അണ്ണാ അയ്യോ ദേ അവള്. ആരെ? ദേ ഒന്ന് നോക്കുന്നേ. എവിടെ? എവള്? അവിടെ. എവിടെ? ദേടാ. ഇവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ലേ? ചിദംബരം, അയ്യോ. പേടിക്കണ്ട. ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. ഉള്ള ആളിനെ കാണാതിരിക്കുക ഇലൂഷൻ, ഇല്ലാത്ത ആളിനെ കാണുക ഡെലൂഷൻ. ഒരു തരം ആൽക്കഹോളിക് ഡെലിറിയം. വാട്ട് വാട്ട്. ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. ഉള്ള ആളിനെ കാണാതിരിക്കുക ഇലൂഷൻ, ഇല്ലാത്ത ആളിനെ കാണുക ഡെലൂഷൻ. ആൽക്കഹോളിക് ഡെലിറിയം. വാട്ട് വാട്ട്. ഇല്ല. ഉണ്ട്. 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 ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ടില്ല. ഞാനുണ്ടില്ല. ഞാനൊരു ഡോക്ടറാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ വക്കീലാണെന്ന്? വക്കീലുമാണ്, ഡോക്ടറുമാണ്. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്. ഒരിക്കലും ഇല്ല. എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. കള്ളം പറഞ്ഞാൽ ഷോക്ക് ട്രീറ്റ്മെന്റ്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ മഞ്ഞു മഞ്ഞു പോലെ പറഞ്ഞോളാം. നിങ്ങൾ അവിടെ എത്ര എസ്റ്റേറ്റുകളാ നോക്കുന്നത്? 8 എണ്ണം. 2 എണ്ണം ഈ മാർവാടികളുടെ, ബാക്കി 6 എണ്ണം ജോൺ അതാരാണ്? കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഇല്ല. വീണ്ടും വീണ്ടും എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. നെറ്റരുത്. ആ, ഈ നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? കണ്ടു. സാറ് കണ്ടോ? എല്ലാരും കണ്ടോ? കണ്ടു. അതുപോരാ, സാറ് കണ്ടോ? കണ്ടെന്ന് പറഞ്ഞില്ല. എന്നാ കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണില്ല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാണ്. നെറ്റിയില്ലേ? എല്ലാവരും നെറ്റിയില്ലേ? ആ, നെട്ടി നെട്ടി. ആ പെണ്ണ് അവിടെ ഇല്ല. പക്ഷെ ദാ ഈ പെണ്ണ് ഇവിടെ ഉണ്ട്. മാഡം എന്താ ഇവിടെ? അതൊക്കെ പറയാം. ഈ വീട്ടിലെ ജോലിക്കാരനായ ചിദംബരം എങ്ങനെയാ തമിഴ്നാട്ടിലെ ജമീന്ദാരായത്? അത് ഞാൻ വിളവെടുത്തതാ. ഓ, വിളവെടുത്തതാ അല്ലേ? അയ്യോ, കൃഷിയുടെ ഒക്കെ വിളവെടുത്ത് ഞാനായിരുന്നു. പേര് കൊള്ളാതിരിക്കാൻ വേണ്ടി തലയിൽ കെട്ട് കെട്ടി അതോടെ എല്ലാവരും ജമീന്ദാർ തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ 2 വിളവെടുത്ത് 2 കല്യാണം കഴിച്ചേ. പക്ഷെ ഒറ്റ പൈസ ഞാൻ ഇസ്കിട്ടില്ല. കണക്കം പോണം കൃത്യമായിട്ട്. ദേ, ഈ മാഡത്തിനെ ഓ, ഏൽപ്പിക്കും. അപ്പൊ ഈ മാഡത്തിനെ അറിയാം. ഇതാരാ മോളെന്നറിയോ? ആരാ? ആരാ മോള്? ജോൺ സാമുലിന്റെ മോള്. ജോൺ സാമുവലിന്റെ മോൾ ലിസയും ഈ വീടും തമ്മിൽ എന്താ ബന്ധം? അതാർക്കറിയില്ല. പക്ഷെ മഹേഷ് ഭായിയുടെ ഭാര്യയാണെന്നുള്ള വിവരം എനിക്ക് പോലും അറിയില്ല.